കഥയിലേക്ക് പോകാലെ. ഒരു രാജ്യത്ത് വിചിത്രമായ ഒരു നിയമം ഉണ്ടായിരുന്നു. ആ രാജ്യത്തെ രാജാവ് നാടു നീങ്ങിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നത് പ്രജയുടെ അകത്തുനിന്ന് തന്നെയാണ്. അങ്ങനെ ആ രാജ്യത്തെ രാജാവ് പെട്ടെന്ന് മരണപ്പെടുകയാണ്. ആളുകളെ എല്ലാം കൂട്ടിവരുത്തി. അവരുടെ വിചിത്രമായ നിയമം പക്ഷിയുടെ തൂവൽ ഉയരത്തിലേക്ക് എറിയും. എന്നിട്ട് അത് ആരുടെ തലയിലാണോ വീഴുന്നത് അദ്ദേഹമാണ് പിറ്റേ ദിവസം മുതലുള്ള ആ നാടിന്റെ രാജാവ്. അങ്ങനെ ആളുകളെല്ലാം കൂടി വന്നിരിക്കുകയാണ്. തൂവൽ മുകളിലേക്ക് എറിഞ്ഞു. അത് ചെന്നു വീണതോ അവിടെയുള്ള സർക്കസിൽ ജോക്കറായി കളിക്കുന്ന ഒരുവന്റെ തലയിലാണ്. എല്ലാവരും അതിശയത്തോടുകൂടി അയാളെ നോക്കി. നിയമമല്ലേ, മാറ്റാൻ പറ്റുമോ? ജോക്കർ ആണെങ്കിലും സഹിച്ചേ പറ്റൂ. എല്ലാവരും ആകാംക്ഷയോടെ അയാളുടെ ഭരണകാലത്തെ കുറിച്ച് അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിറ്റേ ദിവസം തന്നെ അദ്ദേഹം ചെയ്തത് എന്താണെന്നറിയാമോ? തന്റെ രാജധാനിയുടെ തൊട്ടപ്പുറത്ത് ഒരു പുതിയ മുറി അദ്ദേഹം കണ്ടുപിടിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന്റെ പൊക്കത്തേക്കാൾ കൂടുതൽ ഒരു വലിയ കണ്ണാടി ആ മുറിയുടെ ഭിത്തിയിൽ വെച്ചു. ആളുകൾ അതെല്ലാം ആകാംക്ഷയോടെ നോക്കിക്കാണുകയാണ്. അവരുടെ ഹൃദയത്തിൽ പറയുന്നുണ്ട്, ജോക്കർ അല്ലേ. എല്ലാ ദിവസവും രാവിലെ അദ്ദേഹം തന്റെ സർക്കസിന്റെ ജോക്കർ വേഷമിടും. ജോക്കർ തൊപ്പി വെക്കും. മുഖത്ത് ആ മൂക്കിൽ ആ ചുമന്ന ബോളൊക്കെ വെച്ചിട്ട് അദ്ദേഹം എല്ലാ ദിവസവും ആ കണ്ണാടിയുടെ മുൻപിലേക്ക് നിന്ന് നോക്കുന്നത് കാണുമ്പോൾ ആ രാജകൊട്ടാരത്തിന്റെ അകത്ത് തന്നെയുള്ളവർ പറയും, എങ്ങനെ ശരിയാവാനാ, ജോക്കർ ജോക്കർ അല്ലേ എന്ന്. എന്നാൽ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന്റെ ഭരണത്തിൽ ആ രാജ്യത്തിന് പുരോഗതി വർദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹം എപ്പോഴും സന്തോഷവാനായിരുന്നു. അദ്ദേഹം എപ്പോഴും ശാന്തശീലനായിരുന്നു. അദ്ദേഹം നന്മയും തിന്മയും വേർതിരിക്കാൻ പറ്റുന്ന നല്ല ഒരു രാജാവായി നാട്ടിൽ അറിയപ്പെട്ടു. അതിന്റെ കാരണം എന്താണെന്ന് അറിയുവാൻ പലരും അന്വേഷിച്ചു. അദ്ദേഹം മറുപടിയായി പറഞ്ഞു, ഓരോ ദിവസവും പ്രഭാതത്തിൽ പഴയ ആ ജോക്കർ വസ്ത്രം ഇടാൻ ഞാൻ മറക്കില്ല. എന്റെ തൊപ്പി വെച്ച് ആ ചുമന്ന ബോള് വെച്ച് ഈ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഞാൻ എന്നോട് തന്നെ പറയുന്ന ഒന്നാമത്തെ കാര്യം, നീ ആരായിരുന്നു എന്നത് നീ മറക്കരുത്. രണ്ട്, ഇപ്പോൾ നിനക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം ദാനങ്ങളാണെന്നും നീ മറക്കരുത്.